بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي قسم بالموت رقاب الجبابرة وكسر به ظهور الأكاسرة وكسر به آمال الكياسرة الذين لم تزل قلوبهم عن ذكر الموت نافرة حتى جاءهم الوعد الحق. فسبحان من انفرد بالقهر والاستيلاء واستأثر باستحقاق البقاء وأذل أصناف الخلق بما كتب عليهم من الفناء، ثم جعل الموت مخلصا للأتقياء وموعدا في حقهم للقاء، وجعل القبر سجنا للأشقياء وحبسا ضيقا عليهم إلى يوم الفصل والقضاء. فله الإنعام بالنعم المتظاهرة وله الانتقام بالنقم القاهرة وله الشكر في السماوات والأرض وله الحمد في الأولى والآخرة. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم احفظني في ليلي ونهاري وضعني وأسفاري ونومي ويقظتي وحركاتي وسكناتي وذهابي وإيابي وحضوري وغيابي من كل سوء وبلاء وهم وغم ونكد ورمد ووجع وصداع وألم وصمم وآفة وآهة وفتنة ومصيبة وعدو وحاسد وماكر وساهر وخارق وطارق ومالك وخائن وسارق وحاكم وظالم وقاض وسلطان. واحرسني من جميع الشياطين والجن والإنس ومن جميع الخلق والبشر والأنثى والذكر والحية والعقرب والدبيب والهوام والطير والوحش يا بارئ الأنام يا حي يا قيوم يا ذا الجلال والإكرام. ബഹുമാനപ്പെട്ട തർജുമാനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് ബിൻ അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ നീതിസാര സംഗ്രഹങ്ങളുടെ അവസാനത്തെ ഹിക്മത്തായ 256-ാമത്തെ ഹിക്മത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ തൗഫീഖിനാൽ ഫലഹുൽ ഹംദു വൽ മിന്ന നാം ഇന്ന് പൂർത്തിയാക്കുകയാണ്. മഹാനവർകൾ പറയുന്നു, അൽ ഫിക്റത്തു ഫിക്റതാനി, ഫിക്റത്തു തസ്ദീഖിൻ വ ഈമാൻ വഫിക്റത്തു ശുഹൂദിൻ വ ഇയാൻ. فالأولى لأرباب الاعتبار والثانية لأرباب الشهود والاستبصار. അവസാനമായി
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളുടെ വഴിയിൽ പ്രവേശിച്ച് സാലിക്കി ആയവരും വാസിലീങ്ങളായവരും അവർ രണ്ടാളുടെയും ആ രണ്ട് വിഭാഗത്തിൻ്റെയും അവസ്ഥകൾ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അവസ്ഥകൾ എന്ന് വിശദീകരിച്ചു തരികയാണ്. ഈ പറയുന്ന അവസ്ഥയിലായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഹിബ്ബീങ്ങളായ ത്വരീഖത്തിൽ പ്രവേശിച്ച മഹത്തുക്കൾ. അൽ ഫിക്റത്തു, ഫിക്റത്ത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഫിക്റത്ത്, അതാണ് നമ്മളെ ചർച്ച. മറ്റുള്ള ചിന്തനെ സംബന്ധിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ചിന്ത ഫിക്റത്ത്. ഫിക്റത്ത് എന്നാൽ തൊട്ടുമ്പത്തേക്ക് 255 നാം പറഞ്ഞു സൈറുൽ ഖൽബി ഫീ മയാദീനിൽ അഗ്യാർ. അൽ ഫിക്റത്തു സിറാജുൽ ഖൽബ്. ഇതെല്ലാം നമ്മൾ വിശദീകരിച്ച് പോന്നതാണ്. അപ്പൊ അള്ളാഹു അല്ലാത്തവരാകുന്ന സ്റ്റേഡിയത്തിൽ ഖൽബിന്റെ സഞ്ചാരം, ഇതിനൊക്കെയാണ് ചിന്ത എന്ന് പറഞ്ഞത്. ആ ഔലിയാക്കളുടെ ചിന്ത ഫിക്റത്താനെ 2 സൈസ് ചിന്തയാകുന്നു. 2 തരം ചിന്തകളുണ്ട് അവർക്ക്. 2 സൈസ് സഞ്ചാരങ്ങളുണ്ട്. അവരുടെ സഞ്ചാര മേഖല 2 വിധേനയാണ്. ഫിക്റത്തു തസ്ദീഖ് വ ഈമാൻ. ഒന്ന് തസ്ദീഖിനാലും ഈമാനിനാലും ഉണ്ടായിത്തീരുന്ന ഫിക്റത്ത്. രണ്ടാമത് വഫിക്റത്തു ശുഹൂദിൻ വഇയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മുശാഹദയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ അകം കണ്ണുകൊണ്ട് കാണലിനാലും ഉത്ഭവിക്കുന്നതായ ചിന്ത. ഈ 2 സൈസ് ചിന്തകളുണ്ട്. ഫല്ലൂല, ഒന്നാമത്തെ ഫിക്റത്ത് തസ്ദീഖിനാലും ഈമാനാലും ഉണ്ടായിത്തീരുന്ന ഫിക്റത്ത്. അതിൽ അർബാബിൽ ഇഅ്തിബാർ, ഇഅ്തിബാറിൻ്റെ അഹ്ലുകാർക്കുള്ളതാകുന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ കണ്ടെത്തുക, അതാണ് ഇഅ്തിബാർ. തട്ടിച്ച് നോക്കുക, ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ പരിഗണിക്കുക, കണ്ടെത്തുക. അങ്ങനെയുള്ള സാലിക്കീങ്ങൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പൂർണ്ണമായ ബോധമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി എങ്ങനെയെല്ലാം വിശ്വസിക്കുന്നോ ആ നിലക്കെല്ലാം വിശ്വസിച്ചവരാണ്. അങ്ങനെയുള്ള മഹത്തുക്കൾ പിന്നീട് അവരുടെ ചുറ്റുഭാഗത്തുമുള്ള അഗ്യാറായ ആലം, ആ ആലമിനെ അവർ പഠിക്കും. അതിൻ്റെ ഓരോരോ കാര്യങ്ങളിലേക്കും അവർ ഇറങ്ങിച്ചെല്ലും. അങ്ങനെ ഇറങ്ങിച്ചെന്ന് ഓരോന്നിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇൽമ്, അല്ലാഹുവിൻ്റെ ഖുദ്റത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മശിയത്ത്, ഇങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ മഹത്തായ കഴിവുകൾ, അല്ലാഹുവിൻ്റെ സമഅ്, അല്ലാഹുവിൻ്റെ ബസർ, ഇതിനെ സംബന്ധിച്ചെല്ലാം അല്ലാഹുവിൻ്റെ സിഫാത്തിനെ പറ്റിയെല്ലാം അവർ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഈ ആലമിനെ അവർ ഉപയോഗിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഷർക്കാവിൽ പറയുന്നു, അത് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ബഹ്റുൽ മദീദ് എന്ന തഫ്സീറിൽ വിശദമായി സംസാരിക്കുന്ന വിഷയമാണ്. ആ ചിന്ത 4 വിധേനയുണ്ട്. 4 നിലക്കാണ് ചിന്ത മുന്നോട്ട് പോവുക. ഷർക്കാവി പറയുന്നു, ഫഇന്ന മൻ തഫക്കറ ഫീ വുജൂദിൽ മഖ്ലൂഖാതി ഹദാഹു ദാലിക തഫ്കീറു ഇലാ വുജൂദി മൂജിദിഹിം. ഈ മഖ്ലൂഖാത്തിന്റെ വുജൂദിലാണ് അവർ ചർച്ച ചെയ്യുന്നത് എങ്കിൽ ആ ചിന്ത അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വുജൂദ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിലേക്ക് എന്നിലേക്ക് അവർ എത്തിച്ചു കൊടുക്കും. ഇതാണ് സാധാരണഗതിയിലുള്ള ആമത്തിന്റെ ചിന്ത. ഇതിലാണ് ചിന്തിക്കുക. അല്ലാഹുവിന്റെ മഖ്ലൂഖാത്തിനെ പറ്റി ചിന്തിക്കും. ഈ മഖ്ലൂഖാത്ത് എങ്ങനെ ഉണ്ടായി,
ഇത് ഉണ്ടാവണമെങ്കിൽ അതിനെ ഉണ്ടാക്കിയ ഒരാൾ വേണ്ടേ? അങ്ങനെ ചിന്തിക്കും. അവനാണ് നാം വിശ്വസിച്ച അല്ലാഹ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഹസനാത്ത്. ആ ഹസനാത്തിലാണ് രണ്ടാമത്തെ ചിന്ത, സൽക്കർമ്മങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിക്ക് ഈ ഭൂമിയിൽ ധാരാളം സൽക്കർമ്മങ്ങളെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സൽക്കർമ്മങ്ങളിൽ നിസ്കാരം, നോമ്പ് പോലെയുള്ള ഹജ്ജ്, സകാത്ത്, സദഖ ചെയ്യല്, വഖഫ് ചെയ്യല്, മനുഷ്യനെ സഹായിക്കൽ, ദിക്റുകൾ ചൊല്ലൽ, പല ജാതി ദിക്റുകൾ, പല ജാതി ജനങ്ങൾക്ക് ഒത്താശകൾ നൽകൽ, അല്ലാഹുമായി അടുക്കാനുള്ള ഇബാദത്തുകൾ പലതും ചെയ്യൽ, അതൊന്നും എണ്ണിയാൽ കണക്കാത്തതാണ് ഹസനാത്തുകൾ, അദ്കാറുകൾ. അതിലങ്ങനെ ചിന്തിച്ചാൽ, അങ്ങനെ ഹസനാത്ത് ചെയ്താൽ അതിനാൽ കിട്ടാൻ പോകുന്ന ഗുണങ്ങളിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഹസനാത്ത് മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ കഴിയുക. മസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹസനാത്ത് കൊണ്ട് അടുത്ത് അല്ലാഹുവിലേക്ക് എത്തിപ്പെട്ട് ലയിക്കാൻ വരെ കഴിയും. അങ്ങനെ ചിന്തിച്ചാൽ ആ ഹസനാത്തിലെ അവൻ ചെയ്യലിലേക്ക് അവരെ നയിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ആഗ്രഹം കൂടുകയും ചെയ്യും. നേരെ മറിച്ച് അതോടുകൂടെ അല്ലാഹു തആല വിലങ്ങിയതായ കാര്യങ്ങൾ, അല്ലാഹു തആല വിലക്കിയതായ കാര്യങ്ങൾ, സയ്യിആത്ത്, അതിൽ ചിന്തിച്ചു. അതിനാൽ വരുന്നതായ ഭവിഷ്യത്തുകൾ, ഖുർആനിലും ഹദീസിലും വന്നതായ അതിൻ്റെ ഭവിഷ്യത്തുകൾ, അതിൻ്റെ ശിക്ഷകൾ, അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അവനെ ഒഴിവാക്കലിലേക്ക് അവരെ നയിക്കും. ഇതാണ് ഈ ചിന്തയാണ് ഈ നിലക്ക് ഹസനാത്ത് സയ്യാത്ത്, ഹസനാത്തിന്റെ ഗുണങ്ങളിലും സയ്യാത്തിന്റെ ദോഷങ്ങളിലും ചിന്തിച്ച് മുന്നോട്ട് പോവലാണ് ആബിദീങ്ങളുടെ ചിന്ത. മൂന്നാമതായുള്ള ചിന്ത ദുന്യാവിന്റെ ഫനായിലുള്ള ചിന്ത. ദുന്യാവിൽ ആരും തന്നെ ശാശ്വതരല്ല. എത്ര വലിയ മുതലാളിമാരാണെങ്കിലും, എന്തെല്ലാം സാമ്പത്തിക കഴിവുകൾ അവർക്കുണ്ടെങ്കിലും, ശാരീരിക ആരോഗ്യങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം ആയുധങ്ങളും പുതിയ കണ്ടുപിടിച്ച മിഷനറി സാധനങ്ങളും, ഏതെല്ലാം ഹോസ്പിറ്റലുകളും, അതിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും അജലത്യ മരിക്കും, ഓൻ സ്വയം മരിക്കും, ലോകം നശിക്കും, ഉള്ളത് മുഴുവനും എക്സ്പയറായി പോകുന്നുണ്ട് എന്നുള്ള ചിന്തയിലേക്ക് അവൻ എത്തിപ്പെട്ടാൽ അവനിക്ക് ദുന്യാവിലുള്ള സുഹൃദിലേക്ക് അവനെ നയിക്കും. ദുന്യാവിനെ വരിക്കൂട്ടണം എന്നുള്ള ചിന്ത അവനിക്കുണ്ടാവൂല. ഇതാണ് സാഹിദീങ്ങളുടെ ചിന്ത. ഈ ദുന്യാവിന്റെ ഫനായിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ചിന്തയാണ്. അതിലേക്ക് മഹാന്മാരായ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പണ്ഡിതർ, മഹത്തുക്കൾ ഓരോരോ സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഉദാഹരണം, ഒരു മരിച്ച ആളുടെ അടുക്കലേക്ക് മയ്യത്തിന്റെ അടുത്ത് കാണിച്ചെന്നാൽ അവിടെ അവൻ ഫിക്റിനിക്കാണ് മുൻഗണന നൽകുന്നത്. അവിടെ അവൻ ചിന്തിക്കലിനിക്കാണ് അവനിക്കുള്ള പ്രസക്തി. എത്രത്തോളം മഹാന്മാര് പറയുന്നത്, മയ്യത്തുമായി കൊണ്ടുപോകുമ്പോൾ പോലും ചിന്തക്കാണ് ഒന്നാം സ്ഥാനം. അങ്ങനെ അവനിക്ക് ചിന്ത കിട്ടാത്തവൻ, ചിന്തയിൽ ലയിക്കുന്നില്ലെങ്കിൽ, ഇന്നലെ എൻ്റെ കൂടെ കളിച്ചവൻ, അല്ലെങ്കിൽ എൻ്റെ എന്തെല്ലോ കാര്യങ്ങൾ ഇവിടെ ചെയ്തവൻ, ഇവിടെ ഓടി സഞ്ചരിച്ചവൻ, ഇവന്റെ ഇന്നത്തെ അവസ്ഥ ആളുകൾ തലയിൽ ഏറ്റിക്കൊണ്ടുപോവേണ്ട അവസ്ഥയാ. അല്പസമയം കഴിഞ്ഞാൽ അവൻ ചീഞ്ഞു നാറും. ഇത് തന്നെയാണ് എൻ്റെയും അവസ്ഥ എന്ന് ചിന്തിക്കുകയാണ് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും ചെയ്യേണ്ടത്. അതിന് അങ്ങനെയുള്ള ചിന്ത വരാത്തവർ, അതൊന്നും കൂസാക്കാത്ത, ഒരു കാര്യവും വില വെക്കാത്തവനാണെങ്കിൽ പിന്നെ അവൻ ദിക്ർ ചൊല്ലട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പിന്നെ അവർ ദിക്ർ ചൊല്ലട്ടെ. ഇന്നത്തെ നാം നിൽക്കുന്ന കാലം വല്ലാത്തൊരു കാലമാണ്. മയ്യത്തിന്റെ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ പണിയൊന്നുമില്ല. കാരണം മയ്യത്ത് വണ്ടിയിൽ എത്ര അടുത്താണെങ്കിലും ആംബുലൻസ് കൊണ്ടുപോകും. ബാക്കിയുള്ളവർ നടന്ന് പള്ളിക്ക് എത്തിക്കൊള്ളുക. ആ ഒരു മയ്യത്തിനെ കണ്ടിട്ട് കൂടെ നടന്നിട്ട് ചിന്തിച്ചെടുക്കാൻ അവസരം നഷ്ടപ്പെട്ടു. മയ്യത്തിന്റെ വീട്ടിൽ ചെന്നാലോ
ഒരു കൂട്ടരാണെങ്കിൽ പുത്തൻവാദികളാണെങ്കിൽ പത്രങ്ങൾ മാസികകൾ എല്ലാം ഇറക്കി മൊബൈലുമായി കളിച്ച് ഒരങ്ങനെ സമയം കളയും. സുന്നികളാണെന്നറിയപ്പെടുന്ന ആളുകൾ ഏതെങ്കിലും ഒരു സംഘടനന്റെ ഒരു ശരിക്ക് സൗണ്ട് ഇല്ലാത്ത ഒരു മൈക്ക് സെറ്റ് അടക്കൊണ്ട് നിൽക്കും, ഒരു ബോക്സും സെറ്റും. എന്നിട്ട് വരണോല് ഒച്ചിട്ട് ഓതുക. എന്നിട്ട് അവർ കരയുക, അവർ ദ്വാ ചെയ്യുക. ദ്വാർക്കലും ഓതലും അല്ല ഞാൻ എതിർക്കുന്നത്, ഞാൻ പറയുന്നത് അതെല്ലാം ആവശ്യമാണ്. പക്ഷേ അത് വളരെ ശബ്ദമുയർത്തി ബൈക്കുകളും ബോക്സുകളും കൊണ്ടുവന്ന് അലയടിച്ച് അവിടെയുള്ള ആളുകൾക്ക് ഒരവസരം കൊടുക്കാതെ ചെവി പൊട്ടിക്കുന്ന ഒച്ചയില്, അത് പരിശുദ്ധ ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. അതുപോലെ പള്ളിയിലെത്തിയാലോ, അടുത്ത കാലം വരെ പള്ളിയിലെത്തിയ മയ്യത്ത് എടുക്കുമ്പോൾ മുന്നിൽ അങ്ങനെ സുഫട്ടി നിൽക്കുക. അപ്പുറം ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താ, അവിടുത്തെ ഖത്തീബ് മുക്കറിനെ കണ്ടാൽ തോന്നുന്നു പോലെ വലിയ ഡ്യൂട്ടി എന്താ, മയ്യത്തെത്തിയ ഓടി മീറാബ് കത്തി മൈക്കോടാക്കിയാണ്ട് വളരെ ഉച്ചത്തിൽ ആംപ്ലിഫയർ മുഴുവനും ഒച്ച കൂട്ടി, സൗണ്ട് മുഴുവനും കൂട്ടി വളരെ ഒച്ചയിൽ. ചിലയിടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചിലയിടത്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, ചിലയിടത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. വളരെ തുച്ഛമായ സ്ഥലത്തേ ഉള്ളൂ, എല്ലായിടത്തും വ്യാപകമായിട്ടില്ല. ഏതോ ഒരു സഫീഹ് ആ ഒരു സമ്പ്രദായം തുടങ്ങി. അത് എല്ലായിടത്തും വ്യാപകമാക്കാൻ വേണ്ടിയുള്ള വെപ്രാളിത്തത്തിലായിരിക്കും ഈ പാമരന്മാർ. അതിനേക്ക് കൂട്ടു നിൽക്കാൻ ഉസ്താദന്മാരുണ്ടാവും. സംഗതി പള്ളിയിൽ വെച്ച് ശബ്ദം ഉയർത്തൽ തന്നെ നല്ലതല്ല. ഓരോരുത്തർ ചൊല്ലിക്കോട്ടെ എന്ന് വെച്ചൂടെ, ഏതെങ്കിലും ഒരാൾക്കെങ്കിലും അവന്റെ ചുവടൊന്ന് ഫ്രീ ആക്കി കൊടുത്തൂടെ, ശബ്ദമൊന്ന് കുറച്ചു കൊടുത്തൂടെ. പള്ളിയിലേക്ക് മയ്യത്ത് വരുമ്പം എന്തെല്ലാം പ്രശ്നങ്ങളുള്ളവരുണ്ടാകും. തഹയ്യത്ത് സ്കരിക്കേണ്ട ആളുകളുണ്ടാകും, ഫർള് സ്കരിക്കേണ്ട ആളുകളുണ്ടാകും. ഇങ്ങനെ നിസ്കാരം കൊണ്ട് സോലാണ്ട ആ സമയത്ത് ഈ മൊല്ല അല്ലെങ്കിൽ ഈ ഇമാമ് എന്ന് പറയുന്ന വ്യക്തി മൈക്ക് ഓണാക്കി അവന്റെ ശബ്ദം എത്രത്തോളം പൊന്തിക്കാൻ കഴിയോ അത്രത്തോളം ഒച്ചിട്ടിട്ട്, ഒരാളെന്നെ ഒച്ചിടാൻ പാടില്ല. മൈക്ക കൂടി ആയിരുന്നു അതിന്റെ ഒച്ച എത്രയും പറയേണ്ടതുണ്ടോ? എന്തിനാ അങ്ങനെ പാഠം വെക്കേണ്ട ആവശ്യം? അവിടെ ചിന്തിക്കാനാണ് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കിതാബുകൾ മുഴുവനും ഉള്ളത് അതാണ്. ഒരിക്കൽ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരാൾ വിളിച്ച് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടുകയും. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഗഫറല്ലാഹു ലക്. അതൊക്കെ രണ്ട് നിലക്കാണ് മഹാന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ആ വാക്കിനെ. ലാ, ഇസ്തിഗ്ഫാർ ചെയ്യൂല, ഇത് പൈല സമയമല്ല. ഗഫറല്ലാഹു ലക്, നീ പറഞ്ഞ ആ തെറ്റിനെ അല്ലാഹു തആല എനിക്ക് പുറത്തു തരട്ടെ. ഇങ്ങനെ അർത്ഥം വെച്ചവരുണ്ട്. വേറെ അർത്ഥം വെച്ചത് എന്താ, ലാ ഗഫറല്ലാഹു ലക്, അള്ളാഹ് എനിക്ക് പുറത്തു തരാതെക്കട്ടെ, നീ ചെയ്ത അത്രയും വലിയ ദോഷമാണ്, അത്രയും വലിയ കുറ്റാണ് ഈ പറഞ്ഞത്. ഉച്ചത്തിൽ ഇസ്തഗ്ഫിറൂ ലി അഖീകും എന്ന് നീ പറഞ്ഞത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അത്രയും വലിയ തെറ്റാണ്, അള്ളാഹ് എനിക്ക് പുറത്തു തരാതെക്കട്ടെ. ഇങ്ങനെ അർത്ഥം വെച്ചവരുണ്ട്. അപ്പൊ തഫക്കുറിന്റെ സമയം, അവിടെ തഫക്കുറിന് വിട്ടുകൊടുക്കണം ആളുകളെ. ആരെങ്കിലും ഒന്ന് വർത്താനം പറയുന്നു വിചാരിച്ചിട്ട് എല്ലാവരും കൂടിയും ശല്യപ്പെട്ട് നിലക്ക് ഒച്ചടുക എന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയല്ല. ഇപ്പോൾ പള്ളികളെല്ലാം മയ്യത്തിന്റെ മുമ്പിൽ വെച്ച് ഒച്ചടുക, പൊതുവെ മയ്യത്തിന്റെ മുമ്പിൽ വെച്ച് ഒച്ചടരുത് എന്നാ നമ്മുടെ ചെറുപ്പത്തിലെല്ലാം കേൾക്കുന്നത്. എന്താ, ആ വീട്ടിൽ ചെന്ന മരിച്ച വീട്ടിൽ ചെന്ന മാരുണ്ട്. എന്താ, മയ്യത്തിന്റെ മുമ്പിൽ വെച്ച് വല്ല ഓതുന്നുണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ മൗനികളായിരിക്കും. അതാണ് മരിച്ച വീട്ടിൽ ചെന്നമാതിരി, ആർക്കും ഉന്മേഷമില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടണില്ല, ചിന്തയിലാണ്. ആ അവസ്ഥയാണ് കളഞ്ഞിട്ട് മനുഷ്യന്മാർ ഈ ചിന്തിക്കാനുള്ള എല്ലാ വേലികളും എല്ലാ അവസ്ഥകളും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിദ്അത്തിന്റെ പ്രചാരകരായി സുന്നികൾ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിപ്പോൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ മൂന്നാമത്തെ ദുന്യാവിന്റെ ഫനാ, അതിന്റെ പല മേഖലകളിൽ ശ്രദ്ധിക്കണം. അതിനേക്ക് മഹാന്മാർ പല സമയങ്ങളും പ്രത്യേകം ചിന്തിക്കാനുള്ള അവസരം നൽകുന്നുണ്ട് സാധാരണക്കാർക്ക് പോലും. ആ സമയം അങ്ങനെ തന്നെ വിടാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. പിന്നെ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹ ആലായിലാണ്. وإذا تفكر في الآلاء والنعم ازداد محبة في المنعم بها جل جلاله. മഖ്ലൂഖാത്തിലല്ല, അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്നതായ അനുഗ്രഹങ്ങളിൽ ഇവനെ ഒരു മനുഷ്യനാക്കി അല്ലാഹു പടച്ചു. അത് തന്നെയല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം.
പിന്നെ ഹിദായത്താക്കി തന്നു. അവൻ്റെ ശരീരത്തിനിക്ക് എന്തെല്ലാം നിലനിൽപ്പിന് വേണ്ടതുണ്ടോ അത് മുഴുവനും തന്നു. അങ്ങനെ അല്ലാഹു തആല ഇവനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് വലിയതായ ഹിദായത്തും ആ ഹിദായത്ത് നിലനിൽക്കാൻ വേണ്ടുന്ന ബുദ്ധി, അവൻ്റെ ശരീരങ്ങൾ, അതിൽ മുഴുവനും ഒരുത്തൻ ചിന്തിച്ചു കഴിഞ്ഞാൽ, നാലാമത് ചിന്തിക്കേണ്ട വിഷയമാണത്. അവനിക്ക് ആ ചിന്ത വന്നു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, അതുപോലെ ലോകത്തിൽ അല്ലാഹു തആല ചെയ്തതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹം എന്ന നിലക്ക് കണ്ടെത്തിച്ചാൽ അവൻ്റെ ചിന്ത അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദാത്ത് സിഫാത്തിനെ പറ്റിയുള്ള വ്യക്തമായൊരു ധാരണയിൽ അവൻ എത്തിപ്പെടും. ഇതാണ് ആരിഫീങ്ങളെ ചിന്ത, അവിടെയാണ് വരിക. ഇങ്ങനെയുള്ള നാലാലൊരു ചിന്തകളാണ് ഒന്നാമത്തെ വിഭാഗത്തെ മാരിഫത്തിലേക്ക് എത്താൻ ചിന്ത. അവസാനം പറഞ്ഞത് ഇങ്ങനെയുള്ള ചിന്തകൾ നാലാലൊരു വിഭാഗം ചിന്തകളുണ്ട്. തസ്ദീഖിനാൽ വരുന്ന ചിന്തകൾ, ഈമാനാൽ വരുന്ന ചിന്തകൾ, ആ ചിന്ത ഇഅ്തിബാറിന്റെ അഹ്ലുകാർക്കുള്ള ചിന്തയാ. വസാനിയത്തു ലിഅർബാബി ശുഹൂദി വൽ ഇസ്തിബ്സാർ. രണ്ടാമത്തെ ചിന്ത, എന്താ? ശുഹൂദ് ഇയാനിനാൽ വരുന്ന ചിന്ത. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹദ്റത്ത് ഖുദ്സിലേക്ക് എത്തിയിരിക്കുന്നു. അവനിക്ക് മറ്റുള്ള ഓരോ എല്ലാ കടമ്പകളും കഴിഞ്ഞു അല്ലാഹുവിലേക്ക് എത്തിയവൻ. വാസില് അല്ലെങ്കിൽ മഹാന്മാർ അധികവും ഇത് രണ്ടാമത് ചിന്തന്റെ അഹ്ലുകാരെ സംബന്ധിച്ച് പറയുന്നത് ശുഹൂദിന്റെയും ഇസ്തിബ്സാറിന്റെയും അഹ്ലുകാരായി പറയുന്നത് മജ്ദൂബീങ്ങളെ പറ്റിയാ. വൈസ്തബീ മൻ യശാ എന്ന് പറയുന്ന അവൻ ഓരോരോ അഖബകൾ, കടമ്പകൾ മുറിച്ച് കടന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തിയവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ തൗഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നുൽ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹാന്മാരായ പലരും പെട്ടെന്ന് ഒരൊറ്റടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹദ്റത്ത് ഖുദ്സിലെത്തിപ്പെട്ടവർ. ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. അവർ നേരിട്ട് അല്ലാഹുവിൻ്റെ ശുഹൂദിലേക്ക് എത്തിപ്പെട്ടവർ. ശുഹൂദിലേക്ക് എത്തിയാലും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ശുഹൂദ് ഇസ്തിബ്സാറിൽ നിന്ന് ആ നൂറിനെ ഉൾക്കൊണ്ടും കൊണ്ട്, അല്ലാഹുവിൻ്റെ സിഫാത്തുകളെ ഉൾക്കൊണ്ടും കൊണ്ട് പിന്നീട് അവർക്കുള്ള ചിന്തകൾ മുഴുകും. ഇമാം ശർക്കാവിനെ പോലെയുള്ള മഹാന്മാർ ഇവരെ രണ്ട് വിഭാഗമായി വിഭജിക്കുന്നുണ്ട്. ഒന്ന്, ആ ശുഹൂദിലെത്തിയവർ ശുഹൂദിലായി തന്നെ അതിൽ ലയിച്ചവർ, മറ്റൊന്നിലേക്കും ചിന്ത അവർക്ക് പോവാൻ അവസരം കിട്ടാത്തവർ, അതിൽ കിടന്ന് ആ ശുഹൂദിൽ നിന്ന് അവിടെ വെച്ചുകൊണ്ട് അത് ആസ്വദിക്കുന്ന ഒരു വിഭാഗം, ഹദ്റത്ത് ഖുദ്സിനെ ആസ്വദിക്കുന്ന വിഭാഗക്കാർ. മറ്റൊരു വിഭാഗമാണ് അവിടെ വെച്ച് ചിന്തിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഫാത്തിനെ പറ്റി, അല്ലാഹുവിന്റെ മഖ്ലൂഖാത്തിനെ പറ്റി അവർ ഉയർച്ചയിൽ നിന്ന് താഴോട്ട് ചിന്തിക്കുന്നവർ എന്നുള്ള പേര് പറയപ്പെടും അവരിലുള്ള ഈ ഭാഗത്തെ. അങ്ങനെയുള്ളൊരു വിഭാഗവുമുണ്ട്. ഈ നിലക്കുള്ള രണ്ടാലൊരു നിലക്കാണ് സാലിക്കീങ്ങളുടെ ചിന്ത. സാലിക്കീങ്ങൾ ഈ രണ്ടാലൊരു ചിന്തയിലായിരിക്കും. ഒരു കൂട്ടര് അള്ളാഹുവിൻ്റെ കമാലിലേക്ക്, ഹദ്റത്ത് ഖുദ്സിലേക്ക് എത്താൻ വേണ്ടി ചിന്തിച്ച് പോയി പുറപ്പെടുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ഹദ്റത്ത് ഖുദ്സിലേക്ക് അല്ലാഹു തആല ഇസ്തിബാഹ് ചെയ്ത് അവിടെ വെച്ച് സഹ്വ് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നവർ. ഈ രണ്ടാമത്തെ ഉപായ വസാനിയത്തുൽ അർബാബി ശുഹൂദി വൽ ഇസ്തിബ്സാർ എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗം. ആ വിഭാഗത്തെ പറ്റി ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫഹും ഗർഖാ ഫീ ബിഹാരിൽ അൻവാർ മത്മൂസുൻ അൻഹും വുജൂദുൽ ആസാർ. ആ ഹദ്റത്ത് ഖുദ്സിലെത്തിയതായ മഹത്തുക്കള് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൻവാറാകുന്ന കടലുകളിൽ മുങ്ങിയവരാണവർ. ആസാറിന്റെ വുജൂദ് അവരെ തൊട്ട് ത്വംസ് ചെയ്യപ്പെട്ടതാണ്. അവർക്കതിന് അള്ളാഹുവിൻ്റെ ആസാറുകളാകുന്ന മഖ്ലൂഖാത്തുകൾ അതിൻ്റെ ഓരോന്നിനെ സംബന്ധിച്ചും അതിൻ്റെ നാലൈറ്റത്തിൽപ്പെട്ട ഒന്നിനെപ്പറ്റും ചിന്തിക്കാൻ അവർക്ക് കഴിയൂല. ത്വംസ് ചെയ്യപ്പെട്ടവരാണവര്. فإن ردوا إليه رأوه قائما بالله ومن الله وإلى الله. അവരിൽപ്പെട്ട ചില ആളുകളെ ചിലപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് കീപ്പോട്ട് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചു കൊടുക്കും.
സഹുവിൻ്റെ അവസ്ഥയിലെത്തുന്നവരുണ്ടാകും. അവരാണ് മുറബിയായ ശൈഖന്മാരായി വരല്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നാം വിഭാഗം, ഈ പറഞ്ഞ വിഭാഗത്തിൽ അധിക ആളുകളും തെർബിയത്തിനൊക്കെയുള്ള യോഗ്യത ഉള്ളവരാവൂല. കാരണം ഉല ഹദ്റത്ത് ഖുദ്സിൽ നിന്ന് മറ്റൊന്നും ചിന്തിക്കാത്തവരായിരിക്കും. ശിർക്കാവിധ സ്വീകരിക്കുന്നുണ്ട്. ഈ ഇവരിൽപ്പെട്ട വല്ലവരെയും ചിലപ്പോൾ താഴെ കടയിലേക്ക് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടാൽ അവരെ കാണും ഖായിമൻ ബില്ലാഹ് വമിനല്ലാഹ് വഇലല്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് നിൽക്കുന്നവർ, അള്ളാഹുവിലേക്ക് നിൽക്കുന്നവർ, അള്ളാഹുവിൽ നിന്നുണ്ടായവർ, ബില്ലാഹ് മിനല്ലാഹ് വഇലല്ലാഹ്, ഈ ഒരു ചിന്തയിലായിരിക്കും അവരുണ്ടാകുക. ഫമാ അഅ്ളമ ഖദ്റുഹും ഇൻദല്ലാഹ്, ഈ വിഭാഗത്തിന് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഖദ്ർ എത്ര വലിയതാണ്. വഫീ മിസ്ലിഹിം ഖാലൽ ഖായിലു, ഇവരെ പോലുള്ളവരെ പറ്റിയാണ് കവി പാടിയത്. ഹുമുർ റിജാലു വഅയ്ബുൻ അൻ യുഖാല ലിമൻ ലം യത്തസിഫ് ബിമആനി വസ്ഫിഹിം റജുലു, ഇവരാണ് ആൺകുട്ടികള്, ആണുങ്ങൾ എന്നാണ് ഇവരാണ്. ഇവരെയുള്ള ഇതുപോലെയുള്ള സ്വഭാവം ഉള്ളവരെ ഇല്ലാത്തവരെ പറ്റി റജുല് എന്ന് പറയൽ ഐബാണ്, മാനക്കടാണ്. ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എല്ലാത്തിലുമായി അള്ളാഹുവിനെ കാണാനുള്ള, അള്ളാഹുവിനെ ഉൾക്കൊള്ളാനുള്ള, എന്ത് കണ്ടാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചിന്ത വരുന്ന വിഭാഗം അവരാണ് ആൺകുട്ടികൾ. അവരല്ലാത്തവരെ പറ്റി റിജാല് റജുല് എന്ന് പറയൽ ഐബാണ്. എന്നിട്ട് മഹാനായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി ഇക്കം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹഖഖനല്ലാഹു ബിമാ ഹഖഖഹും ബിഹി ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരായ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഈ ഔലിയാക്കൾക്ക് എങ്ങനെയാണോ അതിൻ്റെ തഹ്ഖീഖ് നൽകിയത് എങ്കിൽ, ഹഖുൽ യഖീൻ നൽകിയത് എങ്കിൽ, ഐനുൽ യഖീൻ നൽകിയത് എങ്കിൽ, അതുകൊണ്ട് നമ്മളെയും അല്ലാഹു തആല അവരെ പോലെ തന്നെ ആക്കി മാറ്റട്ടെ. ആമീൻ. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അതെന്താ? ഈ രണ്ട് ചിന്തന്റെ ഉടമകളല്ലാതെ തസ്ദീഖ് ഈമാനാലും ശുഹൂദ് ഇസ്തിബ്സാറിനാലും ഉണ്ടായിത്തീർന്നതല്ലാത്ത ഒരു ഫിക്രത്തിന്റെ അയലുകാരുണ്ട്. ആമാത്തിന്റെ അയലുകാർ തസ്ദീഖ് ഫിക്രത്ത് വരാൻ വേണ്ടിയല്ല, തസ്ദീഖ് ഈമാൻ വരാൻ വേണ്ടി ചിന്തിക്കുന്നവർ. നമ്മുടെ മശായിഖന്മാർ, അഖീദന്റെ ഇമാമിയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഫിക്രത്തുണ്ട്. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കണം, അത് വാജിബാണ്. ആ വിശ്വസിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? തഖ്ലീദ് ചെയ്ത് വിശ്വസിച്ചാൽ മതിയാകുമോ? മതിയാവൂലേ? തഖ്ലീദ് ചെയ്ത് വിശ്വസിച്ചാൽ മതിയാവുമോ? മതിയാവൂലേ? ഒരു വിഭാഗം പറയുന്നു തഖ്ലീദ് ചെയ്ത് വിശ്വസിച്ചാൽ പോരാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള വിശ്വാസം പാരമ്പര്യമായി വാപ്പാര് വിശ്വസിച്ചത് കൊണ്ട് ഞാനും മുസ്ലിമായി, ഉമ്മ മുഅ്മിനായത് കൊണ്ട് ഞാനും മുസ്ലിമായി എന്ന നിലക്കുള്ളൊരു വിശ്വാസം മതിയോ? അതല്ല. ഓരോരുത്തരും അള്ളാഹുവിനെ സംബന്ധിച്ച് വ്യക്തമായി ബോധ്യപ്പെട്ട് വിശ്വസിച്ചവനാവണോ? ബോധ്യപ്പെട്ട് വിശ്വസിക്കണമെങ്കിൽ ഒന്ന് നളറ് നടത്തണം. ഇമാമുർ റാസിയെ പോലെയുള്ള മഹാന്മാർ റാജിയാക്കിയത് തഖ്ലീദ് പറ്റൂല, ബൽ യജിബുൻ നളറു, നളറ് നടത്തൽ നിർബന്ധമാണ്, ചിന്തിക്കൽ നിർബന്ധമാണ്. ഇമാം പറയുന്നത് നളർത്തിയ ഹറാമാണ്, കാരണം ചിന്തിക്കാൻ അവസരം കൊടുത്ത ചിന്ത പല നിലക്ക് പോകും. ജമ്മുൽ ജവാമി അവസാന ഭാഗം നോക്കിയാൽ ഈ വിഷയത്തിന്റെ വിശദ വിവരം കാണാം. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അൽ അശ്അരി മഹാനവർകൾ പറയുന്നത് എന്താ? അന്നഹു ലാ യസിഹു ഈമാനുൽ മുഖല്ലിദി. ഇമാമുർ റാസിനെ പോലുള്ളവർ പറഞ്ഞത് ഈമാൻ സഹിയാകും,
സഹിയാണ്. നളിർ നടത്തിയിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് അവനക്ക് ബോധ്യപ്പെടാൻ വേണ്ടി നളിർ നടത്ത പല കോലത്തിൽ നളിർ നടത്ത ആലമിൽ ചിന്തിക്കാം, ലോകത്തുള്ള മഖ്ലൂഖനെ ചിന്തിച്ചിട്ട് ഇതിനെ പഠിച്ചവൻ ഒരാളുണ്ടായേ തീരൂ, അവനാണ് എൻ്റെ ഇലാഹ് എന്നുള്ള വിശ്വാസത്തിലേക്ക് എത്തിപ്പെട്ടാൽ മതി. അതിനേക്കാളും നല്ല വിശ്വാസം ഖിയാമത്ത് നാൾ വരേക്കും നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ ഇവിടെയുണ്ട്. വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി എന്ന് പ്രത്യേകമായി അത് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഈ വെല്ലുവിളി ഇതുവരെ ഒരാളും സ്വീകരിക്കാത്ത വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ ഹക്കാണ്, ആ ഖുർആൻ പറയുന്ന കാര്യങ്ങളും സത്യമാണെന്ന് ബോധ്യപ്പെടാൻ കഴിയും. അപ്പൊ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവാനാണെന്ന് ബോധ്യപ്പെടും. റസൂല് കൊണ്ടുവന്നത് മുഴുവനും സത്യമാണെന്ന് ബോധ്യപ്പെടും ഖുർആനെ പറ്റി ചിന്തിച്ചാൽ. അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത നടത്തി ഈമാനെ ഉറപ്പിക്കൽ നിർബന്ധമാണ്. അതോടുകൂടെ മുഖല്ലിദിന് ഈമാൻ സഹിയാണ്. ഇതാണ് ഇമാം റാസിനെ പോലെയുള്ള ഒരു വിഭാഗം പറയുന്നത്. ഇമാം അശ്ശരി പറഞ്ഞത് എന്താ? ഈമാനുൽ മുഖല്ലിദ് സഹി എന്നല്ല, ലാ യസിഹു ഈമാനുൽ മുഖല്ലിദി. അവിടെ ഇമാം ഉസ്താദ് അബുൽ ഖാസിം അൽ ഖുശൈരി മഹാനവർകൾ പറഞ്ഞത് ഇങ്ങനൊരു ആശയം ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വാരിദായിട്ടില്ല. അബുൽ ഹസൻ അൽ അശ്അരി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല മക്തൂബാണ് എന്ന് പറയുന്നത് ആശയം തന്നെ അബുൽ ഹസനക്കില്ല. അശ്അരി ഇമാമിന് അഭിപ്രായമില്ല. എന്നാൽ നമ്മുടെ ജമ്മുൽ ജവാമിഇന്റെ മുസന്നിഫ് താജുദ്ദീൻ സുബ്കി തങ്ങൾ പറയുന്ന എന്താ? അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ആ വന്നതിൻ്റെ അർത്ഥം എന്താ? അവൻ യാതൊരു തെളിവും കൂടാതെ അവനിക്ക് സംശയമാണ് എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത്, എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചത്, എങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ആശയം, എൻ്റെ വാപ്പാൻ്റെ ആശയം, എൻ്റെ ചുറ്റുപാടിലുള്ള ഈ ആശയം അത് ശരിയാണോ അല്ലേ എന്ന സംശയത്തിൽ കൂടെ ഒരാൾ ഞാൻ മൂമിനാണെന്ന് പറഞ്ഞാൽ മൂമിനാവൂല. നേരെ മറിച്ച് എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ സാഹചര്യം അള്ളാഹുവിൻ്റെ റസൂലിനെ തൊട്ട് വാരിതായത് വലിയ വലിയ ബുദ്ധിമാന്മാർ അതിൻ്റെ പിന്നിലുണ്ട്. അവരെല്ലാവരും അതിൽ അടിയുറച്ച വിശ്വസിച്ചത് വെറുതെയല്ല. അതുകൊണ്ട് എൻ്റെ വിശ്വാസം ശരി 100% ശരിയാണ് എന്ന നിലക്ക് തക്ലീദ് വിശ്വസിച്ചാൽ അത് മതി. അതില്ലാത്ത ശക്കുള്ള ഈമാനെ പറ്റിയാണ് ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്ന് വെക്കണം എന്ന് ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി ജമ്മുൽ ജവാമിയിൽ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിക്റത്തു തസ്ദീഖ് വ ഈമാൻ എന്ന് പറഞ്ഞതിന് ഇവിടെ അർത്ഥമുള്ളത് തസ്ദീഖ്, ഈമാന്, അത് രണ്ടും വന്നതിനാലുള്ള ഫിക്റത്ത്, അത് രണ്ടും വരാനുള്ള ഫിക്റത്ത് എന്നല്ല. അത് ആമിയിൻ്റെ ഫിക്റത്താണ്. ഇവിടെ ചർച്ചക്കില്ല എന്ന് ബഹുമാനപ്പെട്ട സർക്കാവി പ്രത്യേകമായി, സർക്കാവി എല്ലാം മറ്റേ ആശയക്കാരെല്ലാവരും സാരിയങ്ങളെല്ലാം വ്യക്തമായി അത് സംസാരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന സാലിക്കീങ്ങൾ, മുരീദീങ്ങൾ, അവരുടെ ചിന്ത എപ്പോഴും അത് അള്ളാഹുവിനെ ലയിച്ചതായിക്കൊണ്ടിരിക്കണം. ഏത് മഖ്ലൂഖിനെ കണ്ടാലും ഇത് അള്ളാഹുവിൻ്റേത് എന്നുള്ള ബോധത്തിലേക്ക് അവനെത്തിക്കണം. ഇതാണ് വലിയ ദിക്ർ. കൽബിയായ ദിക്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് കൽബ് കൊണ്ട് ദിക്ർ അദ്കാറുകൾ ചെല്ലുന്നതിന് പകരം അവിടെ ചിന്തയിൽ മുഴുകുക എന്ന് പറയുന്നത്. ഒരു സാഅത്ത് ചിന്ത 80 വർഷം ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമാണ്. മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ചിന്തയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് ഓരോ റിസ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പൂർണ്ണമായ ബോധത്തിലായി ചിന്തിച്ച് മരിക്കുന്ന സമയത്ത് അല്ലാഹു പൂർണ്ണ ബോധത്തോടു കൂടെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ സമയത്ത് പൂർണ്ണ യഖീൻ, മൗത്തുൽ ഫുജാഅത്തി റാഹത്തുൽ ലിൽ മുഅ്മിനി,
വഅസഫുൻ ലിൽ കാഫി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഫുജാഅത്തിന്റെ മരണം 100% മരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന സമയത്ത് പൂർണ്ണ ആരോഗ്യവാനായും കൊണ്ട് അള്ളാഹുവിനെ പറ്റി പൂർണ്ണ ബോധത്തോടു കൂടെ ആളുകൾ പറയണം പെട്ടെന്ന് മരിച്ചുപോയി ശുഹദാക്കള മരണത്തിന്റെ മാതിരി. എന്നാൽ ഇവൻ മാനസികമായി അള്ളാഹുവിന്റെ പൂർണ്ണ ബോധത്തിലും മരിക്കാൻ വേണ്ടി എല്ലാ ഹക്കുകളും ഒഴിവാക്കി നടക്കുന്ന ഒരവസ്ഥ. കുറെ കാലം മറ്റുള്ളവര് വെള്ളം തോണ്ടിക്കൊടുത്ത് ഹോസ്പിറ്റലിൽ എവിടെയെല്ലാം പൈപ്പ് കയറ്റാൻ പറ്റുമോ അതിൽ കൂടെ എല്ലാം പൈപ്പുകൾ കയറ്റി, എവിടെയെല്ലാം സൂചി വെക്കാൻ പറ്റുമോ അവിടെ എല്ലാം സൂചി കയറ്റി. അങ്ങനെ ഒരു ബോധമില്ലാത്ത, ആരെപ്പറ്റിയും ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു കാത്ത് പൂർണ്ണ ശുദ്ധിയോടുകൂടെ പൂർണ്ണ ബോധത്തോടുകൂടെ ആ മൗത്തുൽ ഫുജാഅത്തി റാഹത്തുൽ ലിൽ മുഅ്മിനി എന്ന് പറയുന്ന മരണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.